ശരി, അവിടെ ക്ഷണിപ്പിച്ച നമ്മളൊരു സൊസൈറ്റൽ ചേഞ്ച് കൂടി കാണണം. ഇപ്പൊ കോഴിക്കോട് നഗരം എടുക്കും. കോഴിക്കോട് നഗര ഹൃദയം എടുത്താൽ BJP ആണ് അവിടെ വലിയ വിജയം നേടുന്നത്. നോക്കൂ, പൊറ്റമ്മൽ, മാവൂർ റോഡ്, ചേവരമ്പലം, പാറോപ്പടി, സിവിൽ സ്റ്റേഷൻ, ഈ പുതിയറ, ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററുകളൊക്കെ എന്ന് വെച്ചാൽ കോഴിക്കോട് സിറ്റി മുഴുവനായിട്ട് BJP ജയിക്കുകയാണ്. നമ്മൾ ഒരു 5 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ അങ്ങനെ ഒരു ചിന്തയെങ്കിലും വൈൽഡ് ആയിട്ടുള്ള തോട്ടിൽ പോലും വന്നിട്ടുണ്ടോ? BJP ജയിക്കുന്നു കോഴിക്കോട് നഗരം. കൊല്ലത്ത് സംഭവിച്ചു, പല നഗരങ്ങളിലും. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP 1ാം സ്ഥാനത്തെത്തുമ്പോൾ ഒറ്റപ്പാലത്തും ഷൊർണൂരും, പാലക്കാട്ടെ ബാക്കി 2 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർ 2ാം സ്ഥാനത്താണ്. BJP നേടുന്ന വിജയത്തെ കുറച്ച് കാണേണ്ടതുണ്ടോ? അതൊരു സാമൂഹ്യ മാറ്റത്തിന്റെ സൂചനയാണോ? അല്ല, BJPയുടെ വളർച്ച ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ യഥാർത്ഥത്തിൽ 87 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. ആ തെരഞ്ഞെടുപ്പിലൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു പൊളിറ്റിക്സാണ് പയറ്റിയിരുന്നത്. അന്ന് വളരെ ക്ലിയറായിട്ട് ഈ ഷാബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഹൈലി കമ്മ്യൂണലായിട്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് അന്ന് കേരളം പോയിരുന്നു. അന്നാണ് EMSൻ്റെ മോളെയും കിട്ടും, MV രാഘവൻ്റെ EMSൻ്റെ മോളെയും കിട്ടും, MV രാഘവൻ്റെ ആ തരത്തിലുള്ള ക്യാമ്പയിനിലൊക്കെ എത്തിയിരുന്നു. അന്ന് ഏതാണ്ട് 7% വോട്ടാണ് ഈ ഹിന്ദു മുന്നണി, അതായത് BJPയും കൂടെ ഉണ്ടായിരുന്ന ചില സഖ്യകക്ഷികളും ചേർന്ന് 7% വോട്ട് നേടിയിരുന്നു. അത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു വോട്ട് ശതമാനം BJPക്ക് നേടാൻ കഴിഞ്ഞത്. വിജയിച്ചത് LDF ആണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള നമ്മൾ നോക്കിയാൽ അത് 15% മുകളിലേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരു വോട്ട് ഷെയർ എന്നുള്ള നോക്കിയാൽ അതൊരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള, കേരളം പോലെ വളരെ കൃത്യമായിട്ട് 2 മുന്നണികൾക്കിടയിൽ ഡിവൈഡഡ് ആയിട്ടൊരു സൊസൈറ്റിയിൽ ഈ വർധനവ് ഒരു മോശമായിട്ടുള്ള വർധനവാന്ന് പറയാൻ കഴിയില്ല. കാരണം 2 മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ചില പോക്കറ്റുകൾ കേരളം മൊത്തം BJPയുടെ കൺട്രോളിലേക്ക് എന്നല്ല, ചില പോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും ആ പോക്കറ്റുകൾ സബ്സ്റ്റാൻഷ്യലായിട്ട് ആ പോക്കറ്റുകളിൽ അവരുടെ അടിത്തറ ഉറപ്പിക്കാനും അവർ സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ തിരുവനന്തപുരം ആയാലും ശരി, പിന്നെ ഇവിടെ പാലക്കാട്ടായാലും ശരി, വടക്ക് കാസർഗോഡ് പ്രദേശങ്ങളായാലും ശരി, ഇങ്ങനെ പല പ്രദേശങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു സോഷ്യൽ ബേസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു സോഷ്യൽ ഫിനോമിന. അപ്പം നിങ്ങൾ പറഞ്ഞ ഈ കോഴിക്കോട് നഗരം, ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഈ ഹൃദയഭാഗം 1975 മുതൽ ഞാൻ പ്രവർത്തിച്ചു വരുന്ന മണ്ഡലം. ഈ പ്രദേശം നിങ്ങൾ ഈ പറയുന്ന മിക്കവാറും എല്ലാ പ്രദേശങ്ങളും 70കൾ മുതലുള്ള എല്ലാ കാലത്തും എനിക്ക് നേരിട്ട് പരിചയം 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോളിഡ് ഗ്രൗണ്ടായിരുന്നു. സോളിഡ് തൊഴിലാളി വർഗത്തിൻ്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, വളരെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പേരുകൾ, അവിടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വിങ് വരുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അവരുടെ ആ ഒരു മതേതര രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ ആണെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ള പലരും മാറുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ ഇത് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിൻ്റെ ലീഡേഴ്സിനോടും പറയാനുള്ളത്, ദയവായിട്ട് BJPയുടെ അജണ്ട ഇങ്ങോട്ട് എടുക്കരുത്. BJP അവരുടെ രാഷ്ട്രീയമായിട്ട് പോകട്ടെ. അത് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് BJP രാഷ്ട്രീയം എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, നേരെ മറിച്ച് BJPക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക എന്ന് ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് അടിവരായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ നിന്നുള്ള ഒരു ഇറോഷനാണ്. ആ ഇറോഷൻ അടിസ്ഥാനപരമായിട്ട് CPMനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.